അതുകൊണ്ട് നമ്മുടെ ടെർബോ ചാർജർ ഇരിക്കുന്നു. സൂര്യോദയം എല്ലാ ദിവസവും നമുക്ക് കാണാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച. എല്ലാ ദിവസവും കാണാൻ കഴിയുമായിട്ടും നമ്മൾ എത്ര വട്ടം സൂര്യോദയം ആസ്വദിച്ചിട്ടുണ്ട്? ഒരു പക്ഷേ മനസ്സിലെ പല വിഷമങ്ങളെ തകർത്ത് കളയാൻ കഴിവുള്ള ഒന്നാണ് സൂര്യോദയം. ഇന്ന് നമ്മൾ ഈ പോകുന്നത് ഒരു ഭംഗിയേറിയ ഒരു സൂര്യോദയം കാണാൻ വേണ്ടിയിട്ടാണ്. രാവിലെ ഒരു 5:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15-20 കിലോമീറ്റർ ദൂരമാണ് അവിടെ വരെ. സൺറൈസിൻ്റെ സമയത്തിന് മുമ്പ് അവിടെ എത്തണം, അതാണ് ടാസ്ക്. പോകുന്ന വഴിക്ക് സൈക്ലിങ്ങിൻ്റെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഏതായാലും 2020 കൊറോണയൊക്കെ വന്ന ശേഷം സൈക്ലിങ്ങിൻ്റെ ട്രെൻഡ് വളരെയധികം കൂടിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് വെട്ടം വീണ് തുടങ്ങുന്നുണ്ടായിരുന്നു. മുകളിലൊരു ക്വാറിയുണ്ട്, അവിടേക്കുള്ള ടിപ്പറുകളും പോകുന്നുണ്ടായിരുന്നു. ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ റോഡൊക്കെ കുറച്ച് പൊളിഞ്ഞ് കിടക്കുക. മുകളിലൊരു ക്വാറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം ലോറിയും ടിപ്പറും ഒക്കെ പോയി റോഡ് മൊത്തത്തിൽ പൊളിഞ്ഞ് കിടക്കുക. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ട്രക്കിങ്ങിനൊക്കെ പോകുമ്പം റോഡ് ഇങ്ങനെ ആയാലല്ലേ ഒരു ഫീലൊക്കെ വരുള്ളൂ. അങ്ങനെ ഞങ്ങൾ അധികം വെട്ടം വീഴുന്നതിന് മുമ്പ് അവിടെ എത്തി. താഴെ വരെ വണ്ടി എത്തത്തുള്ളൂ കേട്ടോ, ബാക്കി നമുക്ക് നടന്ന് കയറിയേ പറ്റുള്ളൂ. ഇനി നൈറ്റ് ബോർഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ലല്ലേ? അയ്യ, അങ്ങനെ പാറക്കെട്ടുകളൊക്കെ കണ്ടു തുടങ്ങി. അതോ നമ്മുടെ വ്യൂവിൻ്റെ ചെറിയൊരു ഭാഗമാണ് കാണുന്നത് കേട്ടോ. ഇത് കണ്ടപ്പോഴൊരു ആശ്വാസം തോന്നുന്നത്. അപ്പോൾ സ്ഥലം അത്ര ബോറായിരിക്കത്തില്ല. ഇതിനെന്ത് ടെർബോ ചാർജറോ കയറി പോകുന്നുണ്ട്. ആരുടെയൊക്കെ റബ്ബറും തോട്ടത്തിൽ കൂടെ നമ്മളീ പോകുന്നത് കേട്ടോ. അങ്ങനെ നടക്കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ബെസ്റ്റ് സ്റ്റാമിന. ഇത് കണ്ടപ്പോൾ മനസ്സിലായി കാമുകി കാവുമാരും ചുള്ളന്മാരും ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണ്. അയ്യോ, മുകളിലോട്ട് കുറച്ച് നടക്കാനുണ്ടെന്ന് പറഞ്ഞപ്പം ഇത്ര ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇത് നോക്കി, നല്ല അടിപൊളി ഒരു മരം കണ്ടോ? എന്നാ ഹൈറ്റാ അല്ലേ? അതുകൊണ്ട് നമ്മുടെ ടെർബോ ചാർജർ ഇരിക്കുന്നു. എന്താ മോനെ, ക്ഷീണിച്ചോ? നിന്നെ പോക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീ ഇപ്പം അങ്ങ് എത്തുമെന്ന്. അയ്യോ, അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ അവസാനത്തെ പാറ വരെ എത്തിയിട്ടുണ്ട്. ഫോണും പിടിച്ചോണ്ട് ഇതുവഴി കയറുന്ന ഒരു ടാസ്ക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഒരു മൂല കണ്ടു തുടങ്ങി. ഈ അവസാനം നമ്മൾ എത്തിപ്പറ്റി. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇത് സൺറൈസിന് മുമ്പുള്ള കാഴ്ചയാണ്.
സൺ ഇതുവരെ റൈസ് ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. മഞ്ഞില്ലല്ലോ. വേണ്ട, ആരുമില്ലാതെ ഒറ്റയ്ക്ക് വന്ന് ഷൂട്ട് ചെയ്യാനിരുന്നോ ഞാൻ. നോക്കി, സന്തോഷമായി ഗോപിയേട്ടാ. ഇവർക്കൊക്കെ വീട്ടിൽ ഇരുന്നൂടെ, രാവിലെ എണീച്ചാൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2020 നിങ്ങൾ എത്ര പ്രാവശ്യം നല്ലൊരു സൺറൈസ് കണ്ടിട്ടുണ്ട്? അങ്ങനെ ഒരു സൺറൈസ് കണ്ട ദിവസങ്ങളൊക്കെ, പ്രത്യേകിച്ച് ട്രാജഡീസ് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ, നല്ല അടിപൊളി മൂടുള്ളൊരു ദിവസമായിരുന്നിരിക്കാം. അത് നമ്മുടെ കഥാനായകൻ ഇവിടെ എത്തുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ സൂര്യൻ ചേട്ടൻ അവിടെ വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ടൈം ലാപ്സ് കണ്ട് നോക്കിയാലോ. പത്തനംതിട്ടയിൽ ഇത്ര മനോഹരമായൊരു സൺറൈസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഈ അടുത്തിടയ്ക്കാണ്. ഇവിടെ ചില ദിവസങ്ങളിൽ മൂന്നാറിലൊക്കെ പോലെ മേഘങ്ങൾ ഇങ്ങനെ വന്ന് പരവതാനി വിരിച്ച പോലെ കിടക്കാറുണ്ട്. 100 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും അല്ലേ. സൂര്യൻ ഈ പൊങ്ങി വരുമ്പോൾ ഓരോ സ്റ്റേജിലും നമുക്ക് ഓരോ വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ രാവിലെ ഉണ്ടായിരുന്ന അതേ ഒരു വ്യൂവേ അല്ല ഇപ്പം നല്ല വേറൊരു സ്ഥലം പോലെ ആയിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ സൈഡിൽ കൊക്കയാണ് കേട്ടോ, അതുകൊണ്ട് അധികം ആ സൈഡിലോട്ട് പോകുന്നില്ല. നല്ല താഴ്ചയുണ്ട് അങ്ങോട്ട്. ഏതായാലും വന്നല്ലേ, മുകളിൽ നിന്നുള്ള വ്യൂ കൂടെ കണ്ടിട്ട് പോവാം. അവിടെ നിന്ന് നോക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ടെർബോ ചാർജർ എഞ്ചിൻ ഓൺ ആയിട്ടുണ്ട്. കയറി പോകുന്നുണ്ടോ? കുറച്ചുകൂടെ മുകളിലേക്ക് കയറി നോക്കിയപ്പോൾ ഒന്നുകൂടെ അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം രാവിലെ എണ്ണിച്ചപ്പോൾ നല്ലൊരു സൺറൈസ് കാണാൻ വേണ്ടി ആഗ്രഹിച്ചാണ് ശരിക്കും ഇറങ്ങിയത്. പക്ഷേ അത് ഒട്ടും വേസ്റ്റ് ആയിട്ടില്ല. നല്ല അടിപൊളി ഒരു സൺറൈസ് തന്നെ ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഞാൻ മൂന്നാറൊക്കെ പോയിട്ട് കുറേ കാലമായി. അതിനുശേഷം ഈ അടുത്തിടയ്ക്ക് കാണുന്ന ഏറ്റവും അടിപൊളി ഒരു സൺറൈസ് ആണെന്ന് ഞാൻ കണ്ടത്. നല്ലതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. പിന്നെ തിരക്ക് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് വലിയ അധികം ആൾ കാണില്ലെന്ന്, പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പം 2-3 വർഷം മുമ്പൊക്കെ ഇവിടെ ഒന്നും ആരും വരാത്തൊരു സ്ഥലമായിരുന്നു. അതായത് ഇവിടെ താഴെയുള്ള വീടുകൾ അവർക്കൊക്കെ മാത്രം അറിയാവുന്നൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പം താഴെ ഞാൻ വന്നപ്പോൾ തന്നെ ഒരു 10-30 ബൈക്കുകളോളം ഉണ്ടായിരുന്നു. പിന്നെ കാറ് കിടപ്പുണ്ടായിരുന്നു. അത്രയും വണ്ടിക്കുള്ള ആളുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് ഇത്ര അടുത്തായിട്ടും, എൻ്റെ വീട്ടിൽ നിന്ന് വലിയ ദൂരമില്ല, 10-15 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. എന്നിട്ടും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പത്തനംതിട്ട ഉള്ളവർക്ക് വരാൻ പറ്റിയൊരു സ്പോട്ടാണിത്. ഇത് അടൂരിനടുത്തുള്ളൊരു സ്ഥലമാണ്.
അപ്പം പത്തനംതിട്ട ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതുപോലത്തെ അടിപൊളി ലൊക്കേഷനുകളും അടിപൊളി കുറച്ച് ഷോർട്സുകളും ഒക്കെ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ കാണിക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.